വീഡിയോ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സ്നേഹമാണ് സബ്സ്ക്രൈബ് ബട്ടൺ എന്ന് പറയുന്നത്. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ നല്ല വീഡിയോസ് എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. മറ്റേ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. അത് അടിപൊളി ടേസ്റ്റ് അങ്ങ് കഴിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് ഗുണങ്ങളുള്ളൊരു സാധനമാണ് ചീര എന്ന് പറയുന്നത്. കാൽസ്യം, വൈറ്റമിൻ എയും ഒക്കെ ധാരാളമായിട്ടുണ്ട്. ഈയിടെ എൻ്റെ വീഡിയോ കേട്ടു, അതിനകത്ത് കാൽസ്യം ഉണ്ട്, വൈറ്റമിൻ എ ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ എങ്ങനെയാണ് ചീരത്തോരൻ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ചീരയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി അതിൻ്റെ തണ്ട് മുറിച്ച് മാറ്റിയിട്ട് ലീഫിനോട് ചേർന്നുള്ള വശമാണ് അരിയാനായിട്ട് എടുത്തിരിക്കുന്നത്. നല്ല ചുമന്ന ചീരയാണ് കിട്ടിയിരിക്കുന്നത്. തണ്ടിന് ഒരുപാട് നീളമുള്ള ചീരയായിരുന്നു. അപ്പോൾ തണ്ട് മുറിച്ച് മാറ്റി പ്രത്യേകം വെച്ചിട്ടുണ്ട്. അത് ഏറ്റവും അവസാനം പൊടിയായിട്ട് അരിയണം. ഇല നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. അതിന് ശേഷം വേണം അതെങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്ന് കാണിക്കാൻ. ഇപ്പോൾ ഒരുപാട് ചീര വരുന്നുണ്ട്. ഇത് ചീരയുടെയൊക്കെ സീസണാണ്. ഇപ്പോൾ ചൂട് സമയമാകുമ്പോഴേക്കും ചീരയും പയറും വെണ്ടയൊക്കെ ധാരാളമായിട്ട് കിട്ടും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചീര തോരൻ വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഏത് പച്ചക്കറിയാണോ നമുക്ക് സുലഭമായി കിട്ടുന്നത് അത് ആ സമയത്ത് കൂടുതലായിട്ട് വാങ്ങിച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കണം. ചീരയ്ക്കകത്ത് വൈറ്റമിൻ എയും അയൺ കണ്ടൻറ്റും ഒക്കെ ധാരാളം ലഭിക്കുന്നതാണ്. എല്ലാവരും വാങ്ങിച്ച് തോരൻ വെച്ചോ കറി വെച്ചോ ഒക്കെ കഴിക്കാവുന്നതാണ്. ചീരയുടെ ഇലകൾ മുഴുവനും അരിഞ്ഞെടുത്തു. ഇനി അതിൻ്റെ തണ്ടാണ് അരിഞ്ഞെടുക്കാനായിട്ട് പോകുന്നത്. അത് മൂപ്പനുസരിച്ചിട്ട് വേണം അത് അരിഞ്ഞെടുക്കാൻ. തീരെ എളുപ്പം തണ്ടാണെങ്കിൽ കുറച്ച് വലുപ്പത്തിൽ അരിഞ്ഞാലും പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അത് നോക്കി വേണം എടുത്ത് അരിയാനായിട്ട്. അത് ഞാനങ്ങനെ അത് തിരഞ്ഞ് എടുക്കുകയാണ്. എളുപ്പം തണ്ട് ആദ്യം അരിയും, അത് കഴിഞ്ഞ് മൂത്ത തണ്ട് അരിഞ്ഞെടുക്കും. തണ്ടിന് വലുപ്പം നോക്കി അരിയണമെന്ന് പറഞ്ഞത് ചീര പെട്ടെന്ന് വെന്ത് കുഴയും. അതായത് ചീരയുടെ ഇലകൾ, തണ്ടാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് വെന്ത് കുഴയില്ല. അപ്പം എളുപ്പം തണ്ടാണെങ്കിൽ അതും വേഗത്തിലങ്ങ് വേവും. അപ്പം മൂത്ത തണ്ടപ്പം പതുക്കെ വെന്ത് വരത്തുള്ളൂ. അതുകൊണ്ടാണ് എളുപ്പം തണ്ട് ആദ്യം അരിയുകയും മൂത്ത തണ്ട് പിന്നീട് രണ്ടാമത് പൊടിയായിട്ട് അരിഞ്ഞെടുക്കുകയും ചെയ്യുന്നത്. ചീരയും അതിൻ്റെ തണ്ട് മുഴുവനും നമ്മൾ അരിഞ്ഞെടുത്തു. ഇല മുഴുവൻ ചെറുതായിട്ട് അരിഞ്ഞു. ഒപ്പം അതിൻ്റെ തണ്ടിന് തീരെ കട്ടിയില്ലാത്ത തണ്ട്, എളുപ്പം തണ്ടാണ്. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഇട്ട് വേവിച്ചാലും നല്ലതായിട്ട് വെന്ത് വന്നോളും. മൂത്ത തണ്ടാണെങ്കിൽ മാത്രം ചീരയുടെ ഇലയുടെ കൂടെ അരിഞ്ഞിടാൻ പാടില്ല, വെന്ത് വരുത്തുകയില്ല. അത് അരിയാനും പ്രയാസമായിരിക്കും. അതിൻ്റെ സ്കിൻ ഔട്ട് ചെയ്തിട്ടേ അരിയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇത് തണ്ട് എളുപ്പം തണ്ടായതുകൊണ്ട് അതുകൂടി അരിഞ്ഞിട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഇനി തോരൻ വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചീര തോരൻ വെക്കുന്നതിനായി ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഒഴിച്ച് കൊടുത്ത് നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം ഒന്ന് പൊട്ടി അതിലേക്ക് ഉള്ളി പൊടിയായിട്ട് ഇട്ട് കൊടുക്കുക. ഉള്ളിയെല്ലാം മൂത്തിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ആവി തട്ടുമ്പോഴേക്കും ഇതിൻ്റെ പകുതിയാവും. വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ കാൽ ഭാഗം മാത്രമേ കാണുകയുള്ളൂ. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. അത് എപ്പോഴും ഇലകളൊക്കെ വേവിക്കുമ്പോൾ ഉപ്പ് വളരെ കുറച്ചേ ഇടാവും. ഇത് ആവി തട്ടി കഴിയുമ്പോഴേക്കും ഇതെല്ലാം പകുതി ക്വാണ്ടിറ്റിയിലേക്ക് വരും. അപ്പം ഉപ്പ് ഒരുപാട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പ് ടേസ്റ്റ് കൂടുതലായിട്ട് നിൽക്കും. അവസാനം വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാൻ വരും. ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. ഇതൊന്ന് വഴന്നതിന് ശേഷം അരപ്പിട്ട് കൊടുക്കുന്നതാണ് നല്ലത്.
നല്ല ടേസ്റ്റ് ആയിരിക്കും. വഴറ്റിയെടുത്തതിന് ശേഷം അരപ്പിട്ടൊന്ന് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഫ്ലെയിം എപ്പോഴും ലോയിലായിരിക്കണം വെച്ചേക്കേണ്ടത്. അരപ്പിന് ആവശ്യമായ സാധനങ്ങൾ: ഒരു 1/4 കപ്പ് തേങ്ങയുണ്ട്, 2-3 അല്ലി വെളുത്തുള്ളിയുണ്ട്, പച്ചമുളകുണ്ട്, 1/4 ടീസ്പൂൺ ജീരകം. ജീരകം വേണ്ടാത്തവർക്ക് അത് ഒഴിവാക്കാം. പിന്നെ പച്ചമുളക് എരിവിന് ആവശ്യത്തിനനുസരിച്ച് എടുത്തോണം. കാരണം ഇല ഒന്ന് വാടിക്കഴിയുമ്പോഴേക്കും ഹാഫ് ക്വാണ്ടിറ്റിയിലേക്ക് വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള പച്ചമുളകേ എടുക്കാവുള്ളൂ. 4 കൂടി മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം. ചീരയെല്ലാം നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. നമുക്കതിനകത്തുനിന്ന് വെള്ളം ഇതുപോലെ ഇറങ്ങി വരും. ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടില്ല, കണ്ടോ? അതുകൊണ്ടാണൊന്ന് വഴറ്റിയതിന് ശേഷം അരപ്പിടണമെന്ന് പറയുന്നത്. അരപ്പെല്ലാം ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. ഈ അരപ്പിൻ്റെ മുകളിലേക്കാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഈ ലീഫിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയുടെ കളർ കിട്ടുകയില്ല. അതിനുശേഷം ഇത് ഒന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇത് വേവിച്ചെടുക്കാം. ഇതിനകത്തേക്ക് അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുവന്ന ജാറിനകത്ത് ഇതുപോലെ 1 സ്പൂൺ വെള്ളം ഒഴിച്ച് ജാറിനകത്ത് ഉണ്ടെങ്കിൽ മാത്രം ഒഴിക്കുക. എന്നിട്ടൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് പെട്ടെന്ന് തന്നെ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോഴേക്കും ഇതെല്ലാം നന്നായിട്ട് ഇപ്പം തന്നെ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ തണ്ടൊക്കെ കണ്ടോ വെന്ത് ഉടഞ്ഞു കഴിഞ്ഞു. തണ്ട് സെപ്പറേറ്റ് നമ്മൾ അരിഞ്ഞിട്ടത് വെന്ത് കഴിഞ്ഞു. ഇനി വെള്ളം ഒട്ടും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് നമ്മൾ വഴറ്റിയപ്പോൾ ഇറങ്ങി വന്ന വെള്ളത്തിൽ തന്നെ ഈ അരപ്പും വേവും. ഇനി ഇത് മൂടി വെച്ചൊന്ന് ആ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ ഫ്ലെയിമോ മീഡിയത്തിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ചിക്കി തോർത്തി എടുക്കുക. അരപ്പെല്ലാം ഇട്ട് മൂടി വെച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ചീരക്കകത്തുനിന്ന് ഇറങ്ങി വന്ന ആ വെള്ളത്തിനകത്ത് തന്നെ ഈ അരപ്പും വെന്ത് കിട്ടും. എന്നിട്ട് വേഗത്തിൽ ചിക്കി തോർത്തി എടുക്കുക. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സ്നേഹമാണ് സബ്സ്ക്രൈബ് ബട്ടൺ എന്ന് പറയുന്നത്. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ നല്ല വീഡിയോസ് എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ ചീരത്തോരനിവിടെ റെഡിയായിരിക്കും. ഇതൊന്ന് ചിക്കി തോർത്തിയെടുക്കാം. ഇതിനകത്ത് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. അത് അടിപൊളി ടേസ്റ്റ് അങ്ങ് കഴിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ചീരയോ മുരിങ്ങയിലൊക്കെ തോരൻ വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഇലയൊക്കെ നോക്കിയെടുക്കാൻ ഇച്ചിരി പ്രയാസമുണ്ട്. പക്ഷേ ഇപ്രാവശ്യം കിട്ടിയ ചീര നല്ല ചീരയായിരുന്നു, കേടൊന്നുമില്ലായിരുന്നു. എല്ലാം കഴുകി വാരി എടുക്കുന്ന പാടേ ഉള്ളൂ. പെട്ടെന്ന് വെന്ത് കിട്ടും. എളുപ്പത്തിൽ തയ്യാറാക്കാൻ തോരൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരുപാട് ഗുണങ്ങളുള്ളൊരു സാധനമാണ് ചീര എന്ന് പറഞ്ഞാൽ. കാൽസ്യം, വൈറ്റമിൻ എയും ഒക്കെ ധാരാളമായിട്ടുണ്ട്. ഈയിടെ എൻ്റെ വീഡിയോ കേട്ടു, അതിനകത്ത് കാൽസ്യം ഉണ്ട്, വൈറ്റമിൻ എ ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ടെന്ന്. ചീരത്തോരൻ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.